മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വടക്കൻകുളം ദേവാലയത്തിലാണ് ഞാനിപ്പോഴായിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം. ഇവിടെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ രൂപം ഈ ദേവാലയത്തിന് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ അമ്മയുടെ ആ രൂപം, അതിൽ വന്ന മാറ്റം ദൈവജനം ശ്രദ്ധിച്ചു. കൂപ്പുകൈകൾ വിടരുകയും ശിരസ് നമിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശിരസ് നേരെയാവുകയും കൂപ്പുകൈകൾ വിടർന്ന അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്തു. ഇന്നും ആ രൂപം അവിടെയുണ്ട്. ഈ അത്ഭുതം നടക്കുന്ന സമയത്ത് ആ രൂപത്തിലുണ്ടായിരുന്ന കിരീടവും ഇന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെയാണ് വിശുദ്ധ ലാസറസ് ദൈവസഹായം മാമോദീസ സ്വീകരിച്ചത്. വെറും 7 വർഷം മാത്രമാണ് വിശുദ്ധൻ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ടുള്ളൂ. ഈശോയെ അറിഞ്ഞ നിമിഷം മുതൽ പിന്നെ അങ്ങോട്ടുള്ള 7 വർഷങ്ങൾ പീഡകളുടെ നാളുകളായിരുന്നു. നമുക്കറിയാം, മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ഈശോ നമുക്ക് നൽകുന്ന സമ്മാനമുണ്ട്. അത് ഈശോയുടെ കുരിശിൻ്റെ മറുവശമാണ്. വിശുദ്ധ ലാസറസ് ദൈവസഹായം, അല്ലെങ്കിൽ പഴയ പേരായ നീലകണ്ഠൻ പിള്ള, മാമോദീസ മുങ്ങിയത് ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ്. ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ഈ സ്ഥലം ഇന്ന് കുരിശുപള്ളിയായിട്ട് സ്ഥിതി ചെയ്യുന്നു. അനേകായിരങ്ങൾ ഇവിടെ സന്ദർശിക്കുകയും മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അടയാളം സംഭവിക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ തലയിൽ ധരിച്ചിരുന്ന കിരീടമാണ് ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരു മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം.